11 മണിക്കാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുക. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നത് വയനാടിനെ പ്രതിനിധീകരിക്കാനാണ്. വൻ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച് കയറിയിരിക്കുന്നത്. കേരള സാരി ഉടുത്തിട്ടാണല്ലോ പ്രിയങ്ക ഗാന്ധി എത്തുന്നത് അല്ലേ പാർലമെന്റിലേക്ക്? ലോക്സഭയിൽ എപ്പോഴാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്, മറ്റെന്തെല്ലാം വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കും മാതാവ് സോണിയാഗാന്ധിക്കുമൊപ്പം പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് രാവിലെ പ്രിയങ്ക ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആഘോഷമുണ്ടായിരുന്നു. തുടർന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി. അവിടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടികളുമായി ആഘോഷങ്ങളുമായി എത്തിയിരുന്നു. തുടർന്ന് മൂവരും ഒരുമിച്ചാണ് പാർലമെന്റിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ 3 പേരും പാർലമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പാർലമെന്റിനകത്തുള്ള പാർട്ടി ഓഫീസിൽ വെച്ച് ചേരുകയാണ്. നേരെ ആ യോഗത്തിലായിരിക്കും പ്രിയങ്ക പങ്കെടുക്കുക. അവിടെ വെച്ച് മറ്റ് അംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങളുമായി സംസാരിച്ച ശേഷം പിന്നീട് എല്ലാവരും ഒന്നിച്ചായിരിക്കും ലോക്സഭയിലേക്ക് നീങ്ങുക. സത്യപ്രതിജ്ഞ ചെയ്യാനായി പോകുന്ന പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിന്റെ മുഴുവൻ അംഗങ്ങളും അനുഗമിക്കും. ഇന്ന് ലോക്സഭയുടെ ആദ്യ ബിസിനസ്സായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ്. ഒപ്പം മറ്റൊരു കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞ, രവീന്ദ്ര വാസറാവു ചവാന്റെ സത്യപ്രതിജ്ഞയും ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങുകൾ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് പ്രിയങ്ക ഗാന്ധി എന്തായിരിക്കും സഭയിൽ ആദ്യം ഉന്നയിക്കുക, പ്രിയങ്കയുടെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. കഴിഞ്ഞ 2 ദിവസമായി സഭ പ്രക്ഷുബ്ധമാണ്. അദാനി വിഷയം, സമ്പൽ സംഘർഷം, മണിപ്പൂർ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ, വയനാട്ടിന് സാമ്പത്തിക സഹായം നൽകാത്തത് അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങൾ ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ പ്രമേയങ്ങൾ തള്ളിയ ഒരു പശ്ചാത്തലത്തിലാണ് പ്രക്ഷുബ്ധമായത് പാർലമെന്റ്. ഇന്നും അതേ സമീപനം പ്രതിപക്ഷം തുടരുമോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കുക ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ പ്രതിഷേധം തുടരാനാണ് തീരുമാനമെങ്കിൽ പ്രിയങ്ക ഗാന്ധി അതിന്റെ ഭാഗമാകുമോ എന്നുള്ളതും ഏറെ നിർണായകമാണ്. മറ്റ് കോൺഗ്രസ് അംഗങ്ങൾ എല്ലാവരും തന്നെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് വയനാട്ടിലെ പ്രതിനിധീകരിച്ചെത്തുന്ന പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ വിഷയം തന്നെ ആദ്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നുള്ളതാണ്. വയനാടിന്റെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ഇതുവരെയും പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ഒറ്റക്കെട്ടായി വിഷയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം കേരളത്തിൽ നിന്നുള്ള മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും എടുത്തിരുന്നു. ഈ കാര്യത്തിൽ അതായത് വയനാടിന് വേണ്ട കേന്ദ്ര സഹായം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി അത് നിഷേധിക്കപ്പെട്ടതിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. MP-മാരുടെ പാർലമെന്റ് മാർച്ച് ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക ഇപ്പോഴവിടെ നടക്കുന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കുമോ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇന്ന് സഭയിൽ സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നീ കാര്യങ്ങളിൽ ഇന്നത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാകുക. ഈ പ്രതിഷേധം ഇന്ന് തന്നെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നതിനെ കുറിച്ച് നേരത്തെ ആലോചനകൾ, ചില അംഗങ്ങൾ അത്തരത്തിലുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു എങ്കിൽ പോലും ഇന്ന് അത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം എത്തിയത്. എന്നാൽ തുടർന്നുള്ള പ്രതിഷേധ പരിപാടികൾ അത് ഏത് രീതിയിൽ വേണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രിയങ്കയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് വയനാടിന്റെ ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധി തന്നെ ഈ ഒരു പോരാട്ടത്തിന് നേതൃത്വം വഹിക്കട്ടെ എന്ന നിലപാട് കോൺഗ്രസിന്റെ മറ്റ് അംഗങ്ങൾക്കുണ്ട്. അത് പ്രിയങ്കയ്ക്കും ആദ്യമായി പാർലമെന്റിലെത്തുന്ന പ്രിയങ്കയ്ക്കും ഒരു വിഷയം, തൻ്റെ മണ്ഡലത്തിൽ ഊന്നിക്കൊണ്ടു തന്നെയുള്ള ഒരു വിഷയം, കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യം വയ്ക്കാവുന്ന ഒരു വിഷയം ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ 4,11,931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്.